കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ടാണ്. അല്ലാതെ ഒരു മത നേതാക്കളുടെയും വോട്ട് കൊണ്ടല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നത്. അത് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ചെയ്യുന്ന വോട്ട് കൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ജനങ്ങളെ ഒരു കാര്യവുമില്ലാതെ അടിച്ചമർത്തപ്പെടുവാൻ ഒരു നേതാക്കന്മാരും ശ്രമിക്കേണ്ട. നമുക്കറിയാമല്ലോ, ഇവിടെ SNDPയുടെ നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. NSന്റെ നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും നിലപാട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവരെ ആരെയെങ്കിലും വോട്ട് കൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വരുന്നത്? കേരളത്തിലെ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദി സംഘടനയാണെന്ന് ഒരു കാഴ്ചപ്പാടും സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കില്ല. പിന്നെ നേതാക്കന്മാർക്ക് ഇവിടെ നിന്നാ കിട്ടിയത്? നേതാക്കന്മാരെന്നെ സ്വപ്നം കണ്ടതാണോ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ കൂട്ടുകെട്ടാണെന്ന്? എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെയോ, പ്രത്യേകിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുമ്പോൾ അവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ എന്തിന്റെങ്കിലും പേരിൽ നിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടുവാൻ സ്വാധീനമുള്ള ഇത്തം തന്നെ നെതന്യാഹുവും മോദിയും സഹോദരന്മാരാണെന്ന് ശരിയാണോ? ലോകരാഷ്ട്രങ്ങൾക്ക് കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ പോലും പ്രാപ്തമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ. അവരാണ് ലോകരാഷ്ട്രങ്ങളെ തർജ്ജമ ചെയ്തു വരുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. അത് ലോകരാഷ്ട്രങ്ങൾ അവർ തമ്മിൽ ചെയ്യട്ടെ. കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ പോലും പ്രാപ്തമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ. അവരാണ് ലോകരാഷ്ട്രങ്ങളെ തർജ്ജമ ചെയ്തു വരുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. അത് ലോകരാഷ്ട്രങ്ങൾ അവർ തമ്മിൽ ചെയ്യട്ടെ. യുദ്ധങ്ങൾ അത് സമൂഹത്തിൽ വിതയ്ക്കപ്പെടുന്നത് അത് വളരെ നമ്മൾ കാണുന്നില്ലേ? കുഞ്ഞുങ്ങളും ഒരുപാട് ജനവിഭാഗങ്ങളുടെ അത് യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം പെട്ടെന്ന് വന്ന് ഭവിക്കുന്ന ഒരു ആപത്താണ് യുദ്ധം. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാതെ വീട്ടിൽ ചിലപ്പോൾ ആഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു ബോംബ് വന്ന് നമ്മുടെ തലക്കിലോട്ട് വീഴുന്നത്. ആ സമയത്ത് നമ്മുടെ സകല സ്വപ്നങ്ങളും അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതിനെ കുറച്ച് ആൾക്കാർ മുതലെടുക്കുന്നുണ്ട്. ഇത് വെച്ച് കുറച്ച് വോട്ട് എങ്ങനെ പിടിക്കാം എന്ന് കുറച്ചുപേർ ചിന്തിക്കുന്നുണ്ട്. AKG എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേ AKG മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് AKG മാത്രമേ ഉള്ളൂ. ആ AKG വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം EMS നമ്പൂതിരിപ്പാട് ആദ്യത്തെ മുഖ്യമന്ത്രിയായി, വാസ്തവമാണ്. പക്ഷെ AKG എന്താണ് ഇവിടെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ സാധാരണ അടിസ്ഥാന വർഗത്തിന്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവാണ് AKG. ആ കാലഘട്ടങ്ങളിൽ കൊണ്ട് മാറി വന്ന് ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ചില നേതാക്കന്മാർ ചില പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി ഇവിടെ മാറ്റപ്പെടണം. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലല്ല പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലാണ്.